ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു തക്കാളി ചട്നിയാണ്. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ 3 എടുത്താൽ മതി. പിന്നെ ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ഉഴുന്ന് പരിപ്പാണ്. ഒരു 2 സ്പൂണ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഒരു സവോള എടുത്തിട്ടുണ്ട്. ഒരു 4 വെള്ളുള്ളി ചെറുതാക്കി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ നമ്മൾക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പൊന്ന് ചുവന്ന് വറുത്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് ചുവന്ന് വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളുള്ളി ചേർത്ത് കൊടുക്കുക. വെള്ളുള്ളി നിർബന്ധമായിട്ടും ചേർക്കണം. അപ്പോഴാണ് ഈ തക്കാളി ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത്രയും വെള്ളുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച സവോള കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആ ഉഴുന്ന് പരിപ്പെല്ലാം ഒന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. ആ വറ്റൽ മുളകും ഒന്ന് ശരിക്കും ഒന്ന് ബ്രൗൺ നിറമായിട്ട് നല്ലപോലെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ആ നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചട്നിക്ക് എന്തിനാണ് നാളികേരം എന്ന് ചോദിക്കും. ഇതുകൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ അതിൻ്റെ പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ഒരു 1.5-2 സ്പൂൺ മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നമ്മൾക്ക് ഇനി ലാസ്റ്റാണ് ആ തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് മറ്റൊന്നും ബ്രൗൺ നിറമായി കിട്ടില്ല. അതായത് ഒതുവെ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയാലാണ് ആ ഉഴുന്ന് പരിപ്പിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തക്കാളി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരല്പം ഫ്ലെയിം കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ തക്കാളിയൊക്കെ ശരിക്കും ഒന്ന് മെൽട്ടായി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 1/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് 10ഓളം വറ്റൽ മുളകുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ മുളക് പൊടി ഒരു കളറിന് വേണ്ടി ഞാൻ ഇപ്പോൾ ചേർത്തതാണ്. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ചൂട് ആറിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തക്കാളി ചട്നി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഞാനത് ചൂടാറിയതിന് ശേഷം അത് ആ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്രൈ പാൻ കഴുകിയ ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തു. കൂടാതെ ഒരു 2 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം തിളപ്പിച്ചാറിയ വെള്ളമാണ്. അതെന്തായാലും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇതേ പരുവത്തിൽ നമുക്കിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നതിന് ശേഷം നമ്മൾക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ലൂസാക്കി എടുക്കാം. ഇപ്പം ഞാൻ ആ മിക്സിയുടെ ജാറിൽ കഴുകിയ ആ വെള്ളം അതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇതപ്പോൾ ഞാനിതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്നി ഈ ഒരു പരുവത്തിലാണ്, ഇത്രയും കട്ടിക്കാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചട്നി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഒരെണ്ണം മതി നമ്മൾക്ക്. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഈ ഒരു ചട്നി മാത്രം മതിയാവും. അപ്പോൾ ഇതേ പരുവത്തിൽ ഞാൻ അല്പം ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് പോരാകേണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അല്പം കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. പിന്നെ ഒരു 2 വറ്റൽമുളക് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് ആ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തേങ്ങയെല്ലാം ചേർത്ത് തക്കാളി ചട്നി ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഇഡ്ഡലിയും ദോശയൊക്കെ 2 കൂടുതൽ കഴിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു ദോശയും അതിൻ്റെ കൂടെ ഒരു ഉഴുന്ന വടയുണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ചട്നി കഴിക്കുന്നത്. അപ്പോൾ ദോശയ്ക്കും ഉഴുന്ന വടയ്ക്കും ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.